ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കൊക്കെ പറ്റിയ പെൻസിലും പേനയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു പൗച്ച് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും ടോപ്പോ അതുപോലെ എന്തെങ്കിലുമൊക്കെ നൈറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ബാലൻസ് കുറേ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതുപോലത്തെ ബാലൻസ് ഒരു തുണിയിൽ നിന്ന് എങ്ങനെ നമ്മളിത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടോപ്പ് തയ്ച്ചിട്ടൊരു പീസ് തുണി ഉണ്ടായിരുന്നു ബാലൻസ്. അപ്പം ഞാൻ അതിൽ നിന്നാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു അജ്രക്കിൻ്റെ ഒരു പ്രിൻ്റുള്ള ഒരു മെറ്റീരിയലിൻ്റെ ഒരു കഷ്ണമാണ് എടുക്കുന്നത്. അത് ഞാനൊരു 10 ഇഞ്ച് നീളവും അതുപോലെ തന്നെ ഒരു 9 ഇഞ്ച് വീതിയിലാണ് ഈ തുണിയുടെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കത് ഇഷ്ടമുള്ള സൈസിൽ ചെറുത് വേണമെങ്കിൽ ചെറുത്, അല്ലെങ്കിൽ വലുത്, നമ്മുടെ ഇഷ്ടത്തിന് സൈസ് കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനപ്പോൾ ഈ ഒരു അളവിലാണ് ഈ ഒരു കഷ്ണം തുണി കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കട്ടിക്ക് വെക്കാനായിട്ട് ഒരു ക്യാൻവാസും കുറച്ച് കട്ടിയിലുള്ള ക്യാൻവാസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാൻവാസും ഈ ഒരു സെയിം നമ്മളെടുത്ത അളവിൽ തന്നെ 10 ഇഞ്ചും 9 ഇഞ്ച് വീതിയിലും തന്നെ നമ്മൾ ക്യാൻവാസും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഈ ക്യാൻവാസ് ഈ തുണിയുമ്പോൾ നമ്മൾ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ തുണി ക്യാൻവാസും നമ്മൾ അത് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്കപ്പോൾ ഈ ക്യാൻവാസ് നമ്മൾ പുറത്ത് കാണും. അപ്പോൾ നമ്മൾ ആ ക്യാൻവാസിനെ കവർ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതേ കളറ് ഈ സെയിം തുണി തന്നെയാണ് ഈ അതേ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്ന രീതിക്കായാലും എടുത്താൽ മതി. ഞാനിപ്പോൾ പുറം ഭാഗം, അതായത് നമ്മുടെ തുണിയുടെ നല്ല ഭാഗവും ഉള്ളിൽ ഇതുപോലെ തന്നെ നല്ല ഭാഗമായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കാണാം, നമ്മളിത് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ക്യാൻവാസ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ തന്നെയുള്ളൊരു തുണി വീണ്ടും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പൗച്ചിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വൈറ്റ് കളറാവും, നമ്മൾ ക്യാൻവാസാവും കാണാം. അപ്പോൾ അത് കാരണം ഞാൻ ഇതേ കളർ തുണി തന്നെ വെച്ചാണ് ചെയ്യുന്നത്. ഇത് കണ്ടാൽ ഞാനിപ്പോൾ ഈ സെയിം അളവിൽ തന്നെ ഞാൻ ഒരു സ്ക്വയർ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് ഇത് ഈ ക്യാൻവാസിനെ കവർ ചെയ്ത് ഇപ്പോൾ ഇതുപോലെ അപ്പോൾ ക്യാൻവാസ് ഉള്ളിലായിട്ട് നമ്മൾ എടുക്കാം. എല്ലാം നമ്മളിങ്ങനെ 3 എണ്ണം ഇപ്പോൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ 4 വശം നമ്മൾ അരികു ചേർത്ത് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു തുണി വെച്ചിട്ട് അതിൽ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വേറൊരു തുണിയും കൂടി കവർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ 4 വശം നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ 4 വശം തയ്ച്ചെടുക്കുക. അപ്പം നല്ലൊരു തുണി, അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ്, പിന്നെ വീണ്ടും അതുപോലത്തെ ഒരു നല്ല തുണി വെച്ചിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മളിത് സെൻറ്റർ വെച്ച് നമ്മൾ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ പീസ് തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒപ്പത്തിന് നമ്മൾ അത് മടക്കിയെടുക്കുക. ഇങ്ങനെ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ അറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, ഈ അറ്റത്താണ് നമ്മളിനി സിബ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റം നമ്മൾ ഒരുമിച്ച് ഒപ്പം വെച്ചതിന് ശേഷം സിബ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചെറുതായിട്ട് കൂടുതലെങ്ങാനും തുണി നിൽക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു സിബ്ബാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ സിബ്ബ് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ സിബ്ബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സൈഡിലുണ്ടല്ലോ, ആദ്യം നമ്മൾ സിബിൻ്റെ ചീത്തവശം പോലെ നമുക്ക് ഉള്ള ഭാഗം അങ്ങനെ മറച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം സിബിൻ്റെ കണ്ട ഇതുപോലെ നമ്മൾ അരികു വെച്ചിട്ട് തുണിയിൽ വെച്ചിട്ട് ഒറ്റ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ സിബ് നേരെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊന്ന് പതിപ്പിച്ച് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇനി കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ സിബിൻ്റെ ഒരു സൈഡും അതുപോലെ തന്നെ തുണിയുടെ ഒരു സൈഡും വെച്ചിട്ട് നമ്മൾ അരികത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഞാൻ ഈ സിബും തുണിയും നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 2 സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നല്ല ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ തുണി ചേർത്ത് അടിക്കുക. അതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് സിബ് ഇങ്ങനെ മറിച്ച് നല്ല അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരടിപ്പും കൂടി അത് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് നല്ല ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പതിപ്പിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തു. ഈ സെയിം ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ അറ്റം എടുത്തിട്ട് സിബ് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ അരികത്ത് കൂടെ വെച്ച് തയ്ച്ചെടുക്കുക. തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ
പതുക്കെ സാവധാനം സിബ് തയ്ക്കുമ്പോൾ നമ്മൾ പതുക്കെ സാവധാനം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ രണ്ട് വശം ഇതുപോലെ തന്നെ സിബ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സിബ് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ സൈഡിലുണ്ടല്ലോ, ഈ സൈഡ് ഭാഗം നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ അടിഭാഗം ഉണ്ടല്ലോ, ഈ അടിഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത അടിഭാഗം നമ്മൾ സിബിനോട് ചേർത്ത് തന്നെ മടക്കിയെടുക്കാം. എന്നുവെച്ചാൽ ഞാൻ അടിഭാഗത്ത് ഈ ഫോൾഡ് ചെയ്തേക്കുന്ന അവിടെ ഞാൻ ചെറിയൊരു കട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് രണ്ട് സൈഡിലും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലും ഞാൻ ഇങ്ങനെ മാർക്കിങ് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിബിൻ്റെ അവിടെ നേരെ നമ്മൾ ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കുക. അതായത് നമ്മൾ ആ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ആ മാർക്കിൻ്റെ അവിടേക്ക് വരുന്ന രീതിക്ക് മടക്കി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ബാലൻസ് നമ്മുടെ സിബൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ 4 വശത്ത് ഞാനൊന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മൾ അതൊന്ന് കോർണറിലാക്കി അതിൻ്റെ എടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ തുമ്പ് ഭാഗം കണ്ട ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചൊക്കെ വിട്ടതിന് ശേഷം അവിടെ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിൻ്റെ കോർണർ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് 4 വശത്തും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പൗച്ചുകളിലൊക്കെ കാണാറുണ്ടല്ലോ, അതിൻ്റെ കോർണറിൻ്റെ ഭാഗത്ത് ഒരു ഷേപ്പ് പോലെ കാണാറുണ്ടല്ലോ, അതുപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോർണറുകൾ 4 വശത്തും നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 4 വശത്തും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതൊക്കെ നമ്മൾ ചീത്ത വശത്താണ് നമ്മളിതൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് പുറത്തേക്ക് നമുക്ക് മറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ട നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കോർണർ ഭാഗം നമുക്ക് നല്ല കറക്റ്റായിട്ട് ആ ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു കത്രികയുടെ തുമ്പ് ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് തള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മൂലഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതിലൊക്കെ കണ്ട പൗച്ചിൽ പെൻസിലും പേനയൊക്കെ നമുക്കിതിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ബാലൻസ് തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം. ബായ്.